എംസി റോഡിലെ പുളിഞ്ചുവടി കവലയിൽ നിയന്ത്രണം വിട്ട മിനി ബസ് മറിഞ്ഞ് 17 പേർക്ക് പരിക്കേറ്റ അപകടം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണെന്ന ആക്ഷേപം ശക്തമാകുന്നു. കോടികൾ മുടക്കി നവീകരിച്ച എംസി റോഡിലെ വാഴപ്പിള്ളി മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള 800 മീറ്ററോളം ഭാഗമാണ് ഇപ്പോൾ യാത്രക്കാർക്കും സമീപത്തുള്ള വ്യാപാരികൾക്കും പേടിസ്വപ്നമായി മാറിയിരിക്കുന്നത്. എംസി റോഡിലെ പുളിഞ്ചോട് കവലയിൽ നിയന്ത്രണം വിട്ട് മിനി ബസ് മറിഞ്ഞ് 17 പേർക്ക് പരിക്കേറ്റ അപകടം റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലമാണെന്ന ആക്ഷേപം ശക്തമാവുകയാണ്. കോടികൾ മുടക്കി നവീകരിച്ച എംസി റോഡിലെ വാഴപ്പിള്ളി മത്സ്യ മാർക്കറ്റിന് സമീപമുള്ള 800 മീറ്ററോളം ഭാഗമാണ് ഇപ്പോൾ യാത്രക്കാർക്കും സമീപത്തുള്ള വ്യാപാരികൾക്കും പേടിസ്വപ്നമായി മാറിയിരിക്കുന്നത്. ഇവിടെ കോൺക്രീറ്റ് ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ചത് റോഡിന്റെ പ്രതലം നിരപ്പല്ലാതെ തിരമാല പോലെ ആക്കിയിരിക്കുന്നുവെന്നാണ് പരാതി. മത്സ്യമാർക്കറ്റിൽ നിന്നുള്ള ഉപ്പും ഐസും കലർന്ന മലിനജലം നിരന്തരം ഒഴുകിയതിനെ തുടർന്ന് ഇവിടെ ടാറിംഗ് പൂർണ്ണമായും തകർന്നിരുന്നു. ഇതിന് പരിഹാരമായാണ് 2018 ശബരി പാക്കേജിൽ നിന്ന് 15 കോടി രൂപ വകയിരുത്തി ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഇന്റർലോക്ക് ടൈലുകൾ വിരിച്ചത്. എന്നാൽ ഫൗണ്ടേഷൻ കൃത്യമാക്കാത്തതിനാലും അശാസ്ത്രീയ നിർമ്മാണത്താലും റോഡിലെ ടൈലുകൾ ഇളകി ചില സ്ഥലങ്ങളിൽ ഉയർന്നും താഴ്ന്നും കിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ യഥാസമയം നടത്താത്തതിനെ തുടർന്ന് റോഡിലെ ടൈലുകൾ പലയിടത്തായി ഇളകി മാറുകയും താഴ്ന്നു പോകുകയും ചെയ്തിട്ടുണ്ട്. റോഡിലൂടെ അമിത വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ പെട്ടെന്നാണ് ഈ തിരമാല പ്രതലത്തിലേക്ക് കയറുന്നത്. റോഡിന്റെ ഈ അവസ്ഥയെക്കുറിച്ച് ഒരു ധാരണയുമില്ലാതെ എത്തുന്ന ദൂരയാത്രക്കാരുടെ വാഹനങ്ങളാണ് ഇവിടെ അപകടത്തിൽപ്പെടുന്നത്. ഉയർന്ന വേഗത്തിൽ വരുമ്പോൾ ടൈലുകളുടെ നിരപ്പില്ലായ്മ കാരണം വാഹനങ്ങൾ പെട്ടെന്ന് വായുവിൽ ഉയർന്നു പോകുകയും നിയന്ത്രണം വിട്ട് റോഡരികിലേക്ക് മറിയുകയുമാണ് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നിയന്ത്രണം വിട്ട ബസ് സമീപത്തെ വാഹന ഷോറൂമിലേക്ക് ഇടിച്ചു കയറിയതും ഇതേ കാരണത്താലാണ്. കാലവർഷം കനക്കുന്നതോടെ ടൈലുകൾക്കിടയിലേക്ക് വെള്ളമിറങ്ങി റോഡ് കൂടുതൽ താഴാനും അപകടങ്ങളുടെ തീവ്രത കൂടാനും സാധ്യതയുണ്ട്. വലിയൊരു ദുരന്തമുണ്ടാകുന്നതിന് മുൻപായി അടിയന്തരമായി ടൈലുകൾ ഇളക്കി മാറ്റി ഫൗണ്ടേഷൻ കൃത്യമായി പുനർനിർമ്മിച്ച് ടൈലുകൾ പാകാൻ അധികൃതർ തയ്യാറാകണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മൊബൈൽസ്, PO ജംഗ്ഷൻ, മൂവാറ്റുപുഴ.